ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. 2012 പെർത്തിൽ വെച്ച് ഞങ്ങൾക്ക് ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരു ആളിനെ പരിചയപ്പെടുവാൻ സാധിക്കുകയും അദ്ദേഹം ഞങ്ങളുടെ ഒരു നല്ല സുഹൃത്തായിട്ട് മാറുകയും ചെയ്തു. അദ്ദേഹത്തിനെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാക്കിയത് അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസവും അതുപോലെ തന്നെ എപ്പോൾ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാലും മക്കളുടെ പഠന വിഷയത്തെപ്പറ്റിയും വളർച്ചയെപ്പറ്റിയും അതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതത്തെപ്പറ്റിയും പുതിയതായിട്ട് ഇവിടേക്ക് താമസം മാറി വന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ദൈവാശ്രയത്തിൽ വളർത്താൻ പറ്റുന്നതെന്നുള്ള ഉപദേശങ്ങളൊക്കെയും തരുന്ന ഒരു വ്യക്തിയായിരുന്നു. കഴിഞ്ഞ 4-5 വർഷമായിട്ട് അദ്ദേഹം പാർക്കിൻസൺ രോഗത്തിൽ നിന്ന് രോഗം ആയിട്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായിരുന്നു. 2-3 ആഴ്ചയായിട്ട് അദ്ദേഹത്തിന് രോഗം മൂർച്ഛിക്കുകയും അവസാനം ഇനി ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, എൻ്റെ നാഥനായ ദൈവത്തെ സ്വീകരിക്കുവാനും കാണുവാനും ഞാൻ തയ്യാറായിരിക്കുന്നു, എനിക്ക് മരുന്നുകളൊന്നും പ്രത്യേകിച്ച് തരണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ കഴിയുന്ന അവസ്ഥയിൽ ഞങ്ങൾ അദ്ദേഹത്തിനെ കാണുവാനായിട്ട് കഴിഞ്ഞ ആഴ്ച പോയി. കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ 1995 അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ ന്യൂസ് ലെറ്ററിൽ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിൾ ഞങ്ങളെ കാണിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. അതിനകത്ത് പ്രധാനമായിട്ടും റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. അതായത് ഞെരുക്കങ്ങൾ നമ്മളെ സഹനം പഠിപ്പിക്കുകയും സഹനം നമ്മളെ നല്ല സ്വഭാവ രൂപീകരണത്തിനായി പഠിപ്പിക്കുകയും അതുപോലെ നല്ല സ്വഭാവം നമുക്ക് പ്രത്യാശ നൽകുകയും ചെയ്യും. അതായത് സഫറിങ് പ്രൊഡ്യൂസസ് എൻഡ്യൂറൻസ് പ്രൊഡ്യൂസസ് ക്യാരക്ടർ പ്രൊഡ്യൂസസ് ഹോപ്പ്. അപ്പം സഫറിങ്ങിനെ പറ്റി നല്ല ബോധ്യമുള്ള ഇദ്ദേഹത്തിന് ദൈവം കഴിഞ്ഞ 4-5 വർഷമായി സഹനത്തിൽ കൂടെ ഈ സഫറിങ്ങിൽ കൂടെ കൊണ്ടുപോയപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രത്യാശയ്ക്ക് നല്ല അടിത്തറ അല്ലെങ്കിൽ നല്ല ദൃഢത ഉണ്ടായി കാണണം. അതുതന്നെയാണ് അവസാന കാലത്ത് പറഞ്ഞത്, ദൈവത്തെ കാണുവാൻ ഞാൻ തയ്യാറായി, ഇനിയിപ്പോൾ എന്നെ പോകുവാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോകാതിരുന്നത്. ഈ ഒരു അനുഭവം ഞങ്ങളെ പഠിപ്പിച്ചത്, അന്നത്തെ ദിവസം ഞങ്ങളവിടെ ചെല്ലുകയും അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റത്തില്ല, പക്ഷെങ്കിൽ ആംഗ്യങ്ങളൊക്കെ കാണിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും കേട്ടതായിട്ട് ഭാവിക്കുകയും അല്ലെങ്കിൽ അക്നോളജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്ക് വായിച്ച് കേൾപ്പിച്ചത് ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. ഹബക്കൂക്കിൻ്റെ പുസ്തകം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, ദുഷ്ടന്മാരെ ശിക്ഷിക്കണ്ടായോ എന്ന് ഉള്ള ഒരു വിലാപമാണ് ഹബക്കൂക്കിൻ്റെ പുസ്തകം. പക്ഷേ അവസാനത്തെ അധ്യായം 3 അധ്യായമേ ഉള്ളൂ. അവസാനത്തെ അധ്യായത്തിൽ അദ്ദേഹം ദൈവത്തിനെ മനസ്സിലാക്കുകയും 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു: അത്തിവൃക്ഷം തളിർക്കാതിരുന്നാലും, മുന്തിരിവള്ളിയിൽ ഫലങ്ങളില്ലാതായാലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യവിളവില്ലാതായാലും, ആട്ടിൻകൂട്ടം ആലകളിൽ അറ്റുപോയാലും, തൊഴുത്തുകളിൽ കന്നുകാലികളില്ലാതെ പോയാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിനെ ഘോഷിച്ചുല്ലസിക്കും. ദൈവമായ കർത്താവേ എൻ്റെ ബലം, ദൈവമായ കർത്താവ് അത്രേ എൻ്റെ ബലം. അവൻ മാൻപേടയുടെ കാലുകൾക്കെന്ന പോലെ എൻ്റെ കാലുകൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ എന്നെ നിർത്തി. അവൻ്റെ മഹത്വങ്ങൾ ഞാൻ പാടും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന, ഐ വിൽ റിജോയ്സ് ഇൻ മൈ ലോർഡ്, ഐ വിൽ റിജോയ്സ് ഇൻ ഹിസ് സാൽവേഷൻ. അതാണ് നമ്മുടെ പ്രത്യാശ, ദൈവം നൽകുന്ന സാൽവേഷൻ. അതാണ് നമ്മുടെ പ്രത്യാശ. പഴയ നിയമത്തിലുള്ള ആൾക്കാർക്ക് സാൽവേഷൻ എന്നുള്ള കോൺസെപ്റ്റായിരുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, റിസറക്ഷൻ, അത് കണ്ടപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി, യേശുക്രിസ്തു ഉയർത്തെണ്ണീറ്റതുപോലെ നമ്മളും ഒരു നാൾ ഉയർത്തെണ്ണീക്കും, റിസറക്ഷൻ. അങ്ങനെ റിസറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് ശേഷം നിത്യജീവനിലേക്ക് പ്രവേശിക്കും. അങ്ങനെ പുതിയ നിയമത്തിൽ നമ്മൾ റിസറക്ഷനിലുള്ള ഹോപ്പ്, പ്രത്യാശ, അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവം സാൽവേഷൻ നൽകും എന്ന് വിശ്വസിക്കുന്നു. അന്നത്തെ സമയത്ത് ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് നടക്കുന്നതെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് വിശദീകരണമില്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനത്തിന് ശേഷവും നമുക്ക് അറിയാം, ഇതെങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പം ആ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് സാൽവേഷൻ ഉണ്ടാവും.
അപ്പം ഇതിൽ നിന്ന് പെട്ടെന്ന് എനിക്ക് ചിന്തിക്കാൻ സാധിച്ചത്, ആം, 1 പത്രോസിൻ്റെ ലേഖനം, 1 പത്രോസ് 3-ാം അധ്യായം 15-ാം വാക്യം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാനത് വായിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ച് വിശദീകരണം ചോദിക്കുന്ന ഏവരോടും താഴ്മയോടും ഭക്തിയോടും കൂടെ ഉത്തരം പറയുവാൻ ഒരുങ്ങിയിരിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശ മറ്റുള്ള ആൾക്കാർ ഏതേലും ദിവസം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് അത് അറിഞ്ഞിരിക്കണം അതെന്താണെന്ന്. അത് പറയേണ്ട രീതി താഴ്മയോടും ഭക്തിയോടും കൂടെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ എളിമയോടുകൂടി അത് മറ്റുള്ളവരെ ഒരു മുൻവിധിയുമില്ലാതെ നമ്മൾ പറയണം. നിങ്ങൾ കുറ്റക്കാരാണ്, നിങ്ങൾ ചെയ്യുന്നത് പാപമാണ്, എനിക്ക് പക്ഷെങ്കിൽ നിത്യജീവനുണ്ട്. ഇങ്ങനെയല്ല പറയേണ്ടത്. നമ്മളത് എളിമയോടുകൂടി ഭക്തിയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ അവരുടെ അടുക്കൽ ഇത് വെളിവാക്കാനായിട്ട് ശ്രമിക്കണം. ഇനിയിപ്പോൾ ചില ആൾക്കാർ നമ്മുടെ അടുക്കൽ നേരിട്ട് ധൈര്യത്തോടെ ചോദിക്കുമായിരിക്കും, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശ എന്താണെന്ന്. മറ്റ് ആൾക്കാർ വേറെ രീതിയിലായിരിക്കും അത് ചോദിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആൾക്കാർ പറയും, ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, ദൈവം എന്താ എൻ്റെ അടുക്ക് ഇങ്ങനെ പെരുമാറുന്നത്. ചില ആൾക്കാർ പറയും, എനിക്ക് ക്യാൻസറോ അങ്ങനെ മാരകമായ രോഗങ്ങളൊക്കെ വരുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ അയൽവാസിക്കോ അല്ലെങ്കിൽ ദുഷ്ടതയിൽ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വരാത്തത്, അതിൻ്റെ കാര്യം എന്താണ്. ചില ആൾക്കാർ പറയും, സാമ്പത്തികമായിട്ട് ഉള്ള പ്രോസ്പെരിറ്റി മറ്റുള്ളവർക്കുണ്ട്, എനിക്കില്ല, അതെന്താ. ചിലർ പറയും, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ദൈവം മറുപടി തരുന്നില്ല, അതെന്താണ്. അപ്പം ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ. അപ്പം നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത്, അവർ വിശ്വാസത്തിൽ നിന്ന് വഴുതി മാറുവാനായിട്ട് പോകുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ പറയും, എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത ഒരാൾ ആത്മഹത്യ ചെയ്തു, ആ ആളിനെ ദൈവം സ്വീകരിക്കുമോ, ആ ആളിന് മോക്ഷം ഉണ്ടാകുമോ. അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ആ പ്രത്യാശ എന്താണ് എന്നിവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് നമ്മുടെ പ്രത്യാശ? ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ദുഃഖങ്ങൾ വരും, സഫറിങ് വരും. അതിൽ കൂടെ നമുക്ക് എൻഡ്യൂറൻസ് കിട്ടും, നമ്മുടെ സ്വഭാവം രൂപീകരിക്കപ്പെടും, അതിൽ നമുക്ക് പ്രത്യാശ ഉണ്ടാകും, അതിൽ നിന്ന് നമുക്ക് പ്രത്യാശ ഉണ്ടാകും. അപ്പോൾ ആ പ്രത്യാശ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നമ്മൾ എന്തിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് നമുക്ക് പ്രത്യാശ ലഭിക്കുന്നത്. അതായത് യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ നിങ്ങളും ഉത്ഥാനം ചെയ്യും. അങ്ങനെ ഉത്ഥാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പ്രത്യാശ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമ്മൾ നല്ലൊരു വിറ്റ്നസ്സായിട്ട് ഞങ്ങളുടെ ശ്രീലങ്കൻ സുഹൃത്തിനെ കൂട്ട് മറ്റുള്ളവർക്ക് ആകുവാനായിട്ട് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി ആ പ്രത്യാശ എല്ലാവരിലും ദൃഢമായിട്ടുണ്ടാകട്ടെ. അതിൽ നമുക്ക് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.